എല്ലാ വീഡിയോസും റീച്ച് ആവുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടന്റുകളുടെ വാല്യൂ കൂടും, നിങ്ങളുടെ ഫേസ് കൂടുതൽ ആളുകൾ കാണും, അതിലൂടെ നിങ്ങൾക്ക് നല്ല വാല്യൂ കിട്ടും, ക്രെഡിബിലിറ്റി കിട്ടും, ആളുകൾ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. അപ്പോൾ വീഡിയോയിലൂടെ മാത്രമേ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ നമ്മളല്ലേ. അങ്ങനെ അറിയുന്ന സമയത്ത് അവർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. കാരണം നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു, 2 വീഡിയോ കണ്ടു, 3 കണ്ടു, ഒരു 3-4 കാണുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, നമ്മളെ മൈൻഡിൽ ഫീഡ് ചെയ്യും. ഈ ഫീഡ് ചെയ്യുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ വീഡിയോ കണ്ടന്റുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മളെ സേവ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിനെ ശരിയായി നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോയി കഴിഞ്ഞാൽ കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിൽ നല്ലതാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് നല്ലതാണ്. അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമോ അത് എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം തന്നെ നിങ്ങളുടെ എക്സാക്ട് ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു തിയറി മനസ്സിലാക്കുക. ഇതാണ് റിയാലിറ്റി.